അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ അന്തമാനിലേക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ദ്വീപിനകത്ത് സഞ്ചരിക്കാൻ പറ്റിയ ഒരു വാഹനമാണ് ഇത്. കേസ് ഞാൻ അന്തമാനിലുള്ള ഒരു സർക്കാർ ബസ്സിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടുത്തെ AC ബസ്സാണ് കേട്ടോ. ഈ ബസ് എന്ന് പറയുമ്പോൾ പിന്നെ ഇവിടെ എത്തുന്ന ആൾക്കാർക്കൊക്കെ സഞ്ചാരികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു പൊതുഗതാഗത മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞു തരാൻ പോണത്. ഇത് പോർട്ട് ബ്ലെയറിലാണ് ഈ സർവീസ് ഉള്ളത്. എല്ലായിടത്തും ഉണ്ടാവും, എല്ലാ ദ്വീപിലും ഉണ്ടാകും. ഞാൻ പോർട്ട് ബ്ലെയറിലാണ് താമസിച്ചത്. അവിടെ നിന്നാണ് ഈ വാഹനത്തിൽ കയറിയത്. നമുക്ക് വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ ഇത്തരം ബസ്സുകൾ ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും അന്തമാനിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങൾ തുടങ്ങി നല്ല ചൂട് കാലാവസ്ഥയാകും. ആ സമയത്ത് യാത്ര ചെയ്ത് വരുന്നവർക്ക് ഏറ്റവും നന്നായി ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന AC ബസ്സാണ് ഇത്. ഇതിലെ ചാർജും വളരെ കുറവാണ്. AC ബസ്സിലിരുന്ന് പോവുകയും ചെയ്യാം. ചൂടിനെ അതിജീവിക്കാനും പറ്റും. സ്ഥലങ്ങളും കാഴ്ചകളൊക്കെ കാണാനും പറ്റും. അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ അന്തമാനിലേക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ദ്വീപിനകത്ത് സഞ്ചരിക്കാൻ പറ്റിയ ഒരു വാഹനമാണ് ഇത്. ഞാനിപ്പോൾ ഈ ബസ്സിൽ വേറൊരു ബീച്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല AC ബസ്സാണ്. പ്രത്യേകിച്ചും ഈ ഒരു ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇവിടെ നല്ല വെയിലായിരിക്കും. നമുക്ക് യാത്ര ചെയ്യാൻ ഏറ്റവും സുഖപ്രദമാണ് ഇതിൽ. സോളോ ട്രിപ്പുകാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, അല്ലാതെ കുടുംബവുമായി വരുന്നവരുടെ കാര്യമല്ല. അവർക്കും റിസ്ക് എടുത്ത് പോകാമെങ്കിൽ, റിസ്ക് ഇൻ ദ സെൻസ് കുറേ ആളുകൾ ഉണ്ടാകുമ്പോൾ, കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമുക്കിത് ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് സോളോ ട്രിപ്പായിട്ട് വരുന്ന ആൾക്കാർ അന്തമാനിലെത്തുമ്പോൾ, പോർട്ട് ബ്ലെയറിലെത്തുമ്പോൾ ഇങ്ങനത്തെ സർക്കാരിൻ്റെ AC ബസ് യൂസ് ചെയ്യാവുന്നതാണ്.